ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ആരാണ് ഹിഡൻ ശത്രു, മറിഞ്ഞിരിക്കുന്ന ശത്രു. ഓക്കെ, അതിനു മുമ്പ് അക്കോർഡിംഗ് ടു ദ ടാരോ എന്ന ചാനലിൽ പോകുക. ഓക്കെ, അവിടെ 8 പോർട്ടലിൽ എന്താണ് പ്രേക്ഷകർ ചെയ്യേണ്ടത്, എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ എന്ത് നെഗറ്റിവിറ്റിയാണ് ഈ ഒരു 8 പോർട്ടലിൽ നിങ്ങൾ മാറ്റേണ്ടത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഈ 3 ടോപ്പിക്കും ആ ഒരു ജനറൽ റീഡിങ്ങിൽ കവർ ചെയ്തിട്ടുണ്ട്. കൈൻഡ്ലി ആ ഒരു ചാനലിൽ പോയി കാണുക. ആൻഡ് 888 പോർട്ടൽ, ദാറ്റ് ഈസ് 8-ാം തീയതി നല്ല ഭംഗിക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ളത് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നോക്കാൻ പോകുന്നത് മറിഞ്ഞിരിക്കുന്ന ശത്രു. അതിനു മുമ്പ് ശത്രുക്കളുടെ നെഗറ്റീവ് എനർജി പ്രേക്ഷകരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ഉള്ള ഒരു ചെറിയ ഉപായമാണ് കർപ്പൂരം. ഓക്കെ, കർപ്പൂരം എന്ത് ചെയ്യുക, നിങ്ങളുടെ വീടുകളിൽ ഡോർസ്, ഓക്കെ, നിങ്ങളുടെ മെയിൻ ഡോർ, അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന കോർണർ, ആ കോർണറിൻ്റെ അടുത്ത്, കോർണർ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ ഇത്തിരി ദൂരം മാറിയിട്ട് നിങ്ങൾക്ക് കർപ്പൂരം വെക്കാം. നിങ്ങളുടെ റൂംസിലെ എല്ലാ കോർണേഴ്സ്, ഏതൊക്കെ കോർണേഴ്സിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും, ഓക്കെ, അവിടെയൊക്കെ ചെറിയ കഷ്ണം ക്യാംഫർ വെക്കുക. ഓക്കെ, അത് അലിഞ്ഞു പോകുന്ന സമയത്ത് അത് മാറ്റാവുന്നതാണ്. ഓക്കെ, അതർവൈസ് അത് അവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ എനർജിയിൽ ഒത്തിരി വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്നും വൈകുന്നേരം കർപ്പൂരം കത്തിച്ച് അതിൻ്റെ പുക നിങ്ങളുടെ റൂംസിൽ കൊടുക്കുക. അത് ഒത്തിരി നെഗറ്റിവിറ്റി, ജെലസി, കണ്ണീര് ഇതൊക്കെ മാറ്റിത്തരും. ഓക്കെ, ഒത്തിരി പൂർണ്ണമായിട്ടും മാറില്ല, പക്ഷെ കുറയ്ക്കും, അതിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കും. ഓക്കെ, ലൈക്ക് അറൗണ്ട് 96%ഓളം അതിൻ്റെ ഇഫക്റ്റ് കുറയുന്നതാണ് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അത് കൂടാതെ പ്രേക്ഷകർക്ക് ചെയ്യാൻ പറ്റുന്നത് കർപ്പൂരത്തിൽ കറുവപ്പട്ടയുടെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കത്തിക്കുക, അല്ലെങ്കിൽ പൊടിയിട്ട് കത്തിക്കുക. ഇതും നിങ്ങളുടെ വീടിൻ്റെ ഓറ, അതിൻ്റെ ഊർജം വലുതാക്കി തരും. ഓക്കെ, ലെറ്റ് സീ ആരാണ് മറിഞ്ഞിരിക്കുന്ന ശത്രു. കാരണം അറിഞ്ഞിരിക്കുന്ന, ദാറ്റ് ഈസ് നമുക്കറിയാവുന്ന ശത്രുവിൽ നിന്ന് നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാം. പക്ഷേ മറിഞ്ഞിരിക്കുന്ന ശത്രുവിൽ നിന്ന് പ്രിക്കോഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആരാണ്, എന്താണ് അവർ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഗ്രൂപ്പ്സ് ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് ലോർഡ് ശിവ, സെക്കൻഡ് ഗ്രൂപ്പ് ലോർഡ് വിഷ്ണു. ഓക്കെ, ലോർഡ് ശിവയെ പ്രാർത്ഥിക്കുന്നവർ ഫസ്റ്റ് ഗ്രൂപ്പ് ചൂസ് ചെയ്യുക, ലോർഡ് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നവർ സെക്കൻഡ് ഗ്രൂപ്പ് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് എടുക്കാൻ തോന്നുന്നത് ആ ഗ്രൂപ്പ് എടുക്കുക. 2 ഗ്രൂപ്പും കാണാൻ മനസ്സുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഓക്കെ, ഓക്കെ, ലെറ്റ്സ് സീ ലോർഡ്. ഗ്രൂപ്പ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് പ്രേക്ഷകർക്ക് വന്ന മെസ്സേജാണ് ഹൈ പ്രീസ്റ്റ്, പേഴ്സണൽ എംപവർമെൻറ്റ്. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് പ്രേക്ഷകരുടെ ഉയർച്ച. ഓക്കെ, പ്രേക്ഷകരുടെ സെൽഫ് കോൺഫിഡൻസ്, പ്രേക്ഷകരുടെ ദൃഢത. മറ്റാൾക്കാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്നാലും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇവരെൻ്റെ അടുത്താണല്ലോ നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങളുടെ കൂട്ടേണ്ടതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഹൈ പ്രീസ്റ്റ് എനർജി ആണ് വന്നിരിക്കുന്നത്. ബിക്കോസ് ഒരു കാർഡ് ഓൾറെഡി വന്നു, നമുക്ക് 2 കാർഡ്സും കൂടി എടുക്കാം. അത് കഴിഞ്ഞ് പ്രേക്ഷകർക്ക് ഗ്രൂപ്പ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഫാൾസ് ട്വിൻ ഫ്ലെയിം, ഇൻറ്റൻസ് ചേഞ്ച്. ചില പ്രേക്ഷകർ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെന്ന് വിചാരിക്കുന്ന ആൾ തന്നെയാണ് നിങ്ങളുടെ ശത്രു. ബിക്കോസ് ആൾ നിങ്ങളുടെ ആക്ച്വൽ ട്വിൻ ഫ്ലെയിം അല്ല, നിങ്ങളെ വഴി തെറ്റിക്കാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഓൾറൈറ്റ്. ഹീൽ, അബാൻഡൻമെൻറ്റ്, ടൈം ടു ഫോർഗിവ്. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഫോർഗിവ്നെസ്. പെർട്ടിക്കുലർലി എവിടെയൊക്കെ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നൽ പ്രേക്ഷകർക്കുണ്ടോ. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങൾ ആഗ്രഹിച്ച ആൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച ആൾ പോലും
നിങ്ങളെ ഒറ്റപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടാകാം. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, നിങ്ങളുടെ പേരൻസ് ആകാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളാകാം, നിങ്ങളുടെ സ്പൗസ് ആകാം, ഓക്കെ, റിലേറ്റീവ്സ് ആകാം, ആരാണേലും ഓക്കെ, നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ദൃഢതയുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിട്ട് പോലും ആ ആൾ നിങ്ങൾക്കൊപ്പം നിന്നില്ല. ആ ഒരു അബാൻഡൻമെൻറ്റ്, ഒറ്റപ്പെടൽ, ഓക്കെ, അത് വളരെയധികം ബുദ്ധിമുട്ട് പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത്, ദൈവം പറയുന്നത് ഹീൽ ചെയ്യൂ, ഫോർഗിവ് ചെയ്യൂ. ഓക്കെ, ബുദ്ധിമുട്ടാണ്, ഓക്കെ, പക്ഷേ നിങ്ങൾ എത്ര ഫോർഗിവ്നെസ്സിൽ വരുന്നോ അത്രയും നിങ്ങളുടെ ഹെൽത്ത് നല്ലതാകും. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഹെൽത്ത് നല്ലതാക്കാനെങ്കിലും നിങ്ങൾ ആളെ ഫോർഗിവ് ചെയ്യാൻ ശ്രമിക്കൂ. റീക്കി ഹീലിംഗ് അറിയാവുന്നവർ കണ്ടിന്യൂസ്ലി റീക്കി ഹീലിംഗ് കൊടുക്കൂ. ഓക്കെ, ഹീലിംഗ് എടുത്താൽ മാത്രമേ ആ ബുദ്ധിമുട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റൂ എന്ന് വിചാരിക്കുന്നവർ കൈൻഡ്ലി ഹീലേഴ്സിനെ കോൺടാക്ട് ചെയ്ത് റീക്കി ഹീലിംഗ് എടുക്കൂ, എനർജി ഹീലിംഗ് എടുക്കൂ. പല ടൈപ്പിലെ ഹീലിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് സൂറ്റബിൾ ആകുന്നോ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ്. സോ ഈ കാർഡ്സ് ഞാൻ മാറ്റുന്നില്ല, ഇത് ഞാൻ ഇവിടെ വെക്കുകയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യുക, ഗ്രൂപ്പിൽ കാണുന്നതാണ്. ഹലോ ഗ്രൂപ്പ് വൺ ചൂസ് ചെയ്തത് ലോർഡ് ശിവ. ഓക്കെ, സോ ലോർഡ് ശിവ എന്താണ് നിങ്ങളുടെ ഹിഡൻ, ദാറ്റ് ഇസ് മറിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ പറ്റി പറയാൻ പോകുന്നത് നോക്കാം. എന്താണ്, ഏത് ശത്രുക്കളാണ്? ഓ മൈ ഗുഡ്നസ്. ചില പ്രേക്ഷകർക്ക് അവരുടെ ലവ് റിലേഷൻഷിപ്പ്, ഓക്കെ, ഐ എം സോ സോറി ടു സേ, പക്ഷേ ചില പ്രേക്ഷകർക്ക്, ഓക്കെ, ഏത് പ്രേക്ഷകർക്ക് ഇത് റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക. ചില പ്രേക്ഷകരുടെ അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ തന്നെയാണ് നിങ്ങളുടെ ഹിഡൻ ശത്രു. ഓക്കെ, എന്തുകൊണ്ടോ അവർക്ക് നിങ്ങളുടെ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാറില്ല. ഓക്കെ, ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ എന്നാൽ പോലും പൂർണ്ണമായ സ്നേഹം നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല. ബിക്കോസ് എവിടെയൊക്കെ ജെലസി കയറി വരുന്നുണ്ട്. ഓക്കെ, സോ ഐ എം സോ സോറി ഗൈസ്, ബിക്കോസ് അതാണ് ഇവിടെ ഫോൾസ് ട്വിൻ ഫ്ലെയിം വന്നത്. ഓക്കെ, ആത്മാർത്ഥത തരാൻ അവർക്ക് പറ്റില്ല. ആൻഡ് ചില പ്രേക്ഷകർക്ക് നിങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളോട്. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ടാകാം, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളുടെ ശത്രു ആണ്. അവർ നിങ്ങളുടെ നന്മ, നിങ്ങളുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ബിക്കോസ് അവരുടെ ആഗ്രഹം, അവർക്ക് വേണം എല്ലാ ഉയർച്ചയും, അവർക്ക് വേണം സന്തോഷങ്ങൾ, അവർക്ക് വേണം അപ്രിസിയേഷൻ. ഓക്കെ, അവരുടെ പേര് വലുതാകണം, അല്ലാതെ നിങ്ങളുടെ പേര് വലുതാകുന്നതിൽ അവർക്ക് വലിയ താല്പര്യം ഇല്ല. ഓക്കെ, ഐ ഡിഡ്ന്റ് സീ ദാറ്റ് കമ്മിങ്. ഓക്കെ, നിങ്ങളുടെ സ്പൗസ് നിങ്ങളോട് ജെലസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിങ്ക് കളർ ക്യാൻഡിൽ, ഓക്കെ, പിങ്ക് കളർ ക്യാൻഡിൽ എല്ലാ ഫ്രൈഡേ ദിവസങ്ങളിൽ 2 ക്യാൻഡിൽ കത്തിക്കുക. ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ക്യാൻഡിൽ നിങ്ങളുടെ ഭാര്യ അല്ലെ ഭർത്താവിന് വേണ്ടിയിട്ടും. ഓക്കെ, അതെങ്ങനെ ചെയ്യണം? 2 ക്യാൻഡിലും കൂടി നിങ്ങളുടെ കൈകളിൽ എടുക്കുക, കൈ കൂപ്പു. ഓക്കെ, ആൻഡ് ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ, ദൈവമേ, ഞാനും എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ നമ്മൾ തമ്മിൽ നല്ല സ്നേഹബന്ധം ഉണ്ടാകട്ടെ, നല്ല സപ്പോർട്ട്, നല്ല കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകട്ടെ, ഈഗോ ജലസി എല്ലാം മാറിപ്പോകട്ടെ. ഓക്കെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 ക്യാൻഡിൽസും കൂടി കത്തിച്ച് ഒരിടത്ത് വെക്കുക. ശ്രദ്ധിക്കുക, ഓക്കെ, തീ പിടിക്കാതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു പ്ലേറ്റിൽ കത്തിച്ച് വെക്കുക. അത് അണയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അണഞ്ഞു കഴിയുമ്പോൾ ആ ക്യാൻഡിൽ വാക്സ് എടുത്ത് നിങ്ങൾക്ക് ഡസ്റ്റ്ബിനിലിടാം അല്ലെങ്കിൽ പുറത്ത് കളയാം. ഓക്കെ, ത്രീ ഓഫ് കപ്സ്. ചില പ്രേക്ഷകരുടെ ഹിഡൻ ശത്രു അവരുടെ ഫ്രണ്ട്സ് ആണ്. സോ ഇവിടെ വരുന്നൊരു കാര്യം ലോർഡ് ശിവ പറയുന്നത്,
നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട്, ഏതെങ്കിലും ഒരു സുഹൃത്ത് വന്ന് പറയാണ്, ഓ ഇത് നിനക്ക് ശരിയാവില്ല, എനിക്കറിയാം ഇത് ശരിയാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് നിങ്ങളോട് ഭയങ്കര ദേഷ്യമാണ്. ഓക്കെ, അവരാഗ്രഹിക്കുന്നില്ല നിങ്ങൾ ജയിക്കാൻ. നിങ്ങൾ ജയിക്കുകയോ ഇല്ലയോ എന്നുള്ള കണ്ടൻറ്റേ അവരുടെ അടുത്തില്ല. നിങ്ങൾ പുതുതായി ഒന്നും തുടങ്ങരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആൻഡ് അത് കുഞ്ഞുനാൾ മുതൽ എന്തോ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. സോ ഏതൊക്കെ പ്രേക്ഷകർക്ക് കുഞ്ഞുനാൾ മുതലുള്ള ഫ്രണ്ട്സ് ഉണ്ടോ, ആൻഡ് അതിലേതെങ്കിലും ഫ്രണ്ടാണിത് പറയുന്നതെങ്കിൽ മനസ്സിലാക്കൂ, കുഞ്ഞുനാളിൽ നടന്ന എന്തോ ഒരു സംഭവം അവരെ ഒത്തിരി ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് വിജയം ആശംസിക്കുന്നില്ല. ഓക്കെ, ഏത് പ്രേക്ഷകർക്ക് ഫ്രണ്ട്ഷിപ്പ് വളർന്നു കഴിഞ്ഞിട്ട്, ദാറ്റ് ഈസ് കോളേജ് ഓർ ജോബ്, ആ സ്ഥലങ്ങളിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ ഏതൊരു പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഏതൊരു ഫ്രണ്ടിന് പ്രേക്ഷകർക്കെതിരെ മൂവ് ചെയ്യാനാണ് ആഗ്രഹം. ഓക്കെ, അവർക്ക് എന്തോ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, അതായത് നിങ്ങൾ ഡ്രസ്സിങ് സെൻസ് ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് അവിടെ ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. സോ അത് ശ്രദ്ധിക്കേണ്ടതാണ് പ്രേക്ഷകർ. ഓക്കെ, ഹിഡൻ എനിമീസ്, പേജ് ഓഫ് സോർഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, ഓക്കെ, ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ, ഓക്കെ, നിങ്ങൾക്ക് യങ്ങർ സിബ്ലിംഗ് ഉണ്ടെങ്കിൽ, സിബ്ലിംഗ് ഇൻ ദ സെൻസ് അനിയനോ അനീതിയോ ഉണ്ടെങ്കിൽ അവർക്കും എന്തോ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളോട്. മൈറ്റ് ബി നിങ്ങൾ ഒത്തിരി അവരെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ നിങ്ങളേറെ ഇടപെടുന്നുണ്ടാകാം. സോ അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ചില പ്രേക്ഷകർ, ദാറ്റ് ഈസ് ഈ പറയുന്ന ഹിഡൻ എനിമീസ്, ഇവരുടെ മനസ്സിൽ നിങ്ങൾക്ക് മൊത്ത സൗഭാഗ്യങ്ങൾ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഏറെ സൗഭാഗ്യങ്ങളുണ്ട്, എന്നാൽ ആ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് അർഹതയുള്ളതല്ല. ഓക്കെ എന്നാണ് ഇവരുടെ തോന്നൽ. ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ദാറ്റ് സാമ്പത്തികമായി നല്ല നിലയിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്കും നിങ്ങളോട് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ട്? ബിക്കോസ് എവിടെയോ അവരുടെ അഭിപ്രായത്തിനെതിരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അത് ശ്രദ്ധിക്കൂ എവിടെയാണെന്നുള്ളത്. ഓക്കെ, ആൻഡ് ബിക്കോസ് ഈവൻ തോ ഇങ്ങനെ വരുന്നുണ്ട് ദാറ്റ് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒത്തിരി ഉയർച്ച കൊണ്ടുവന്നാൽ ഈ ആളുടെ ആ സ്റ്റേറ്റസ് താന്നു പോകും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയോ അഭിപ്രായങ്ങളിൽ നിങ്ങൾ ഇത്രയും ഹൈ പവർ ഉള്ള ഒരു വ്യക്തിക്കെതിരെ അഭിപ്രായ വ്യത്യാസം നിങ്ങൾ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് നിങ്ങൾ അവരുടെ അഭിപ്രായത്തിനെതിരെ നിന്നു എന്നതാണ് വരുന്നത്. ഓക്കെ, സോ അതും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, സോ ഇതൊക്കെ ഹിഡൻ എനിമീസ് ആണ്. നിങ്ങൾ ഒരിക്കലും ഊഹിക്കാത്ത, ദാറ്റ് ഈസ് എനിക്കെതിരെ ഇവർ നിൽക്കും എന്ന് ഊഹിക്കാത്ത മെമ്പേഴ്സാണ്. ദാറ്റ് ഈസ് അവർ നിങ്ങളോട് നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത്, നിങ്ങളോട് നല്ല രീതിയിലായിരിക്കും സംസാരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ സെലിബ്രേഷൻസിന് വരുന്നുണ്ടാകാം, നിങ്ങളെപ്പോഴും കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യുന്നുണ്ടാകാം, പക്ഷേ അവരുടെ മനസ്സിലിരിപ്പ് നിങ്ങൾക്കെതിരെയാണ്. ഓക്കെ, സോ ഓൾ റൈറ്റ്. സോ വാട്ട് ഷുഡ് ദേ ഡു? പ്രേക്ഷകർ എന്താണ് ചെയ്യേണ്ടത്? വിഷ്വലൈസേഷൻ. ഓക്കെ, പ്രേക്ഷകർ ഇവിടെ കൂടുതലും ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് വിഷ്വലൈസേഷൻ ആണ്. എന്ത് വിഷ്വലൈസേഷൻ? നിങ്ങളുടെ ഹിഡൻ എനിമീസിനെ കുറിച്ചുള്ള വിഷ്വലൈസേഷൻ അല്ല ഇവിടെ വിഷ്വലൈസേഷൻ നിങ്ങളുടെ ഗോൾസ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് ഉയർത്തണം, നിങ്ങളുടെ ഓഫീസിൽ നല്ലൊരു പ്രൊമോഷനിൽ നിങ്ങൾക്ക് എത്തണം, നിങ്ങളുടെ വീട്ടിൽ നല്ല ആൾക്കാരുമായിട്ട് ഇടപെടണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആകണം, അതിനൊക്കെ ഇരുന്ന് വിഷ്വലൈസ് ചെയ്യും. ഓക്കെ, ഈ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതാണ്, ദാറ്റ് നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പും പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ലോർഡ് ശിവ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഓം ചാൻറ്റിങ് എത്ര ചെയ്യാൻ പറ്റും, ഓം എന്ന മന്ത്രം എത്ര ചൊല്ലാൻ പറ്റും അത്രയും ചൊല്ലുക. ഓക്കെ, ഇൻസ്പിരേഷൻ. ഏറെ പേർക്ക് നിങ്ങൾ ഇൻസ്പിരേഷൻ ആകാം. ഓക്കെ, പക്ഷേ നിങ്ങളുടെ അടുത്തുള്ള റിലേഷൻഷിപ്പ്, പെർട്ടിക്കുലർലി നിങ്ങളുടെ സ്പൗസ്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അവരാണ് നിങ്ങളുടെ ഇൻസ്പിരേഷൻ എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങും. ഓക്കെ, സോ ദാറ്റ് ഏത് ടൈപ്പിലെ ജലസി അല്ലെങ്കിൽ ഈഗോ ഫീലിംഗ് അവർക്കുണ്ടെങ്കിൽ
ഓക്കെ, അത് മാറിപ്പോകാൻ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്, ഒത്തൊരുമയുടെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നത് അവർക്ക് ആ ഒരു തോന്നൽ വന്നാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല. സോ ഇൻസ്പിരേഷൻ ആണ് എന്നത് നിങ്ങൾ അവരെ അറിയിക്കേണ്ടതാണ്. മദർ എർത്ത്, മദർ എർത്ത് ദാറ്റ് ഈസ് എത്ര ഗ്രൗണ്ടിങ് എനർജി ചെയ്യാൻ പറ്റും, എത്ര പ്രാർത്ഥനയിലും മുഴുകാൻ പറ്റും, അത് ചെയ്യുക. ഏറെ ഹമ്പിളായിരിക്കുക. ഓക്കെ, ആരോട് എന്ത് സംസാരിച്ചാലും എപ്പോഴും വളരെ എളിമയോട് സംസാരിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹിഡൻ എനിമീസ് ദാറ്റ് ഈസ് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഓക്കെ, അവരിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് റിയാക്ഷൻസ് കിട്ടുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഒരു ഷോർട്ട് റീഡിങ് നിങ്ങളുടെ ഹിഡൻ എനിമീസ്. ബിക്കോസ് ഇറ്റ്സ് ഓൾ ക്ലിയർ, ഇതിനകത്തൊന്നും എടുക്കാനില്ല. വേറെ എന്ത് റീഡിങ് നിങ്ങൾക്ക് വേണം, ഓക്കെ, റിലേറ്റഡ് ടു ദിസ് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതാവുന്നതാണ്. ആൻഡ് ഈ 3 കാർഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ നേരെ ഇൻട്രോ കാണേണ്ടതാണ്. ബിക്കോസ് ഇൻട്രോയിലാണ് ഈ കാർഡ്സ് വന്നത്. ഓക്കെ, ആൻഡ് ഇൻസ്റ്റാഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അക്കോർഡിംഗ് ടു ദ ടാരോയിൽ പോയി വീഡിയോ കണ്ടു നോക്കുക. ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് ലോർഡ് വിഷ്ണുവിനെയാണ്. സോ നമുക്ക് നോക്കാം പ്രേക്ഷകരുടെ മറിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ആരൊക്കെ. ഓക്കെ, ആൻഡ് എന്തിന് ജഡ്ജ്മെൻറ്റ് കാർഡ് ആൻഡ് ദ ഹാങ്മാൻ ആണ് പ്രേക്ഷകർക്ക് വന്നത്. ഓക്കെ, സോ ഓൾറെഡി നിങ്ങളുടെ പണ്ട് കാലത്ത് ഇൻ ദിവസം നിങ്ങളുടെ കുഞ്ഞുകാലത്താകാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന 1-2 പേര്, ഓക്കെ, അത് നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷേ ആ ശത്രുതയൊക്കെ മാറി പിന്നെ നിങ്ങൾ റീയുണൈറ്റ് ചെയ്ത് കാണുമായിരിക്കാം. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെയും ഒരു അകൽച്ച നിങ്ങളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനത്തെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ ആ പഴയ കൂട്ടുകാർ അല്ലെങ്കിൽ പഴയ ശത്രുക്കൾ തന്നെയാണ് നിങ്ങളുടെ ഹിഡൻ എനിമീസ്. ഇപ്പോൾ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും ഓക്കെ, അവർ വളരെയധികം നിങ്ങളെ ഉപദ്രവിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, സോറി ടു സേ ദാറ്റ്. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഇവിടെ ഏറെയുണ്ട്. ഓക്കെ, പാസ്റ്റ് ലൈഫിലും ഇതേ സെയിം പാറ്റേൺ ആണ് നിങ്ങൾ ജീവിച്ചത്. ഈ ഒരു ജന്മത്തിലും ഇതേ സെയിം പാറ്റേൺ ആണ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ഏതൊക്കെ മെമ്പേഴ്സുമായിട്ടായിരുന്നു നിങ്ങളുടെ പണ്ട് ശത്രുത, അല്ലെങ്കിൽ നിങ്ങൾക്കറിയായിരുന്നു ഇവർ നിങ്ങളുടെ ശത്രുവാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കൂ ഇപ്പോഴും ആ ശത്രുത അവരുടെ ഉള്ളിൽ ഉണ്ട്. ഓക്കെ, ഹാങ്മാൻ ആണ് വന്നത്. ഏതൊരു പ്രേക്ഷകർക്ക് അവരേറെ ഫോളോ ചെയ്യുന്ന ഒരാൾ, ഓക്കെ, ഏറെ ഫോളോ ചെയ്യുന്നുള്ള, ദാറ്റ് മീൻസ് സ്പിരിച്വൽ ലെവലിലാകാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ലെവലിലാകാം. പക്ഷെ നിങ്ങൾക്ക് അവരുടെ അടുത്തുനിന്ന്, ദാറ്റ് ഈസ് ഏത് പ്രേക്ഷകർക്ക് ഒരാളുടെ അടുത്തുനിന്ന് നല്ല അനുഭവങ്ങൾ ലഭിച്ചിട്ടില്ല. ആ അനുഭവങ്ങൾ എങ്ങനെ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്റ്റുഡൻ്റാണ്, ഓക്കെ, നിങ്ങളുടെ ടീച്ചറുണ്ട്, ആൻഡ് ടീച്ചർ എല്ലാ സ്റ്റുഡൻസിനോടും വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്കിന് ഓക്കെ, നിങ്ങളോട് ഒരു വേർവ്യത്യാസം അവർ കാണിക്കുന്നു. ചെറിയ രീതിയിലായിരിക്കാം, പക്ഷെ ഒരു വേർവ്യത്യാസം കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഗുരു സ്ഥാനമാണ് ഇവിടെ കാണിക്കുന്നത്. അതൊരു ടീച്ചറാകാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലെ ഒരു ടീച്ചറാകാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇൻറ്റേൺഷിപ്പിലാണെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ ബോസ് ആകാം. ഓക്കെ, സോ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിച്ച് തരുന്ന ഒരു ഗുരു, ഓക്കെ, അവർക്ക് നിങ്ങളോട് ബുദ്ധിമുട്ടുണ്ട്. ഓൾറൈറ്റ്, എവിടെയോ നിങ്ങളുടെ നോളജ്, ഓക്കെ, ഈവൻ ദോ അവർ നല്ലൊരു പൊസിഷനിലാണെങ്കിൽ പോലും നിങ്ങളുടെ അറിവ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ എവിടെയോ നിങ്ങൾക്ക് നല്ല അറിവുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ. ഓക്കെ, ആൻഡ് ആ അറിവ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മൈറ്റ് ബി അവരുടെ പൊസിഷൻ പോകും എന്നുള്ളൊരു പേടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവർക്ക് കഴിയുന്നില്ലായിരിക്കാം.
ഓക്കെ. സോ സംവെയർ ആ ഒരു ഏരിയയിലാണ് നിങ്ങൾക്ക് ശത്രുത ഉള്ളത്. ഓക്കെ, ഓൾറൈറ്റ്. Ace of Pentacles and Seven of Wands. I have to clarify. Please clarify, Ace of Pentacles. Three of Wands. Okay. സോ ചില പ്രേക്ഷകർക്ക് ഒരു മിഡിൽ പേഴ്സൺ ഉണ്ട്. മിഡിൽ പേഴ്സൺ മീൻസ് നിങ്ങളുടെ സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ക്ലയൻസ്, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരാൾ. ദാറ്റ് ഈസ് ഈ ക്ലയൻസിനെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്ന ഒരാളോ, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസസ് മറ്റ് ക്ലയൻസിൻ്റെ അടുത്ത് എത്തിക്കുന്ന ഒരാൾ. ഓക്കെ, ഈ മിഡിൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾ, ആ ആൾക്ക് നിങ്ങളോട് ഭയങ്കര ജലസിയാണ്. ഓക്കെ, അവർക്ക് നിങ്ങളോട് ശത്രുതയുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈവൻ തോ അവർ നല്ല എമൗണ്ട് ഏൺ ചെയ്യുന്നുണ്ട്, ഓക്കെ, നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ക്ലയൻസിൽ നിന്നും അവർക്ക് നല്ല ഒരു വരുമാനം, അനുഗ്രഹം എല്ലാം ഉണ്ട്. പക്ഷേ അവരെത്ര എടുക്കുന്നു, അവർക്ക് എത്ര കിട്ടുന്നു, എന്നാൽ പോലും അവരുടെ ശ്രദ്ധ നിങ്ങളുടെ കഴിവിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ കഴിവ് എവിടെ നിന്ന് കിട്ടി? ബിക്കോസ് അവർക്ക് ആ കഴിവ് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരത് പഠിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം, പക്ഷെ അതിനൊരു ഗുരു ലഭിക്കുന്നില്ലായിരിക്കാം. സോ അവർക്ക് നിങ്ങളുടെ കഴിവിനെ ഭയങ്കര ദേഷ്യമാണ്. കാരണം ആ കഴിവ് ആ ഒരു മിഡിൽ പേഴ്സൺ ഉണ്ടെങ്കിൽ, ഇടനിലക്കാരനുണ്ടെങ്കിൽ അവർക്ക് തന്നെ അത് ചെയ്ത് ഏറെ പണം ഉണ്ടാക്കാം. ഓക്കെ, പക്ഷെ അതവർക്ക് പറ്റുന്നില്ല. അതിൻ്റെ പകരം അവർ നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു എമൗണ്ട്, അവരെടുക്കുന്ന എമൗണ്ടിൽ ഒരു എമൗണ്ട് അവർക്ക് നിങ്ങൾക്ക് തരേണ്ടി വരുന്നുണ്ട്. അതൊരു ചെറിയ രീതിയിലായിക്കോട്ടെ എന്നാൽ പോലും. ഓക്കെ, സോ ആ ഒരു കാര്യത്തിലും അവർക്ക് നിങ്ങളോട് ഭയങ്കര ശത്രുത ആണ്. ഓക്കെ, മൈറ്റ് ബി ചില പ്രേക്ഷകർ, ഈ ഇടനില നിൽക്കുന്ന ആൾക്കാർ നിങ്ങളോട് വന്ന് ചോദിച്ചിട്ടുണ്ടാകാം, എനിക്കിത് പഠിപ്പിച്ച് തരാമോ? ഓക്കെ, ആൻഡ് ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ അത് പഠിപ്പിച്ച് കൊടുക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ പല എഗ്രിമെൻറ്റ് ഇഷ്യൂസ് ഓർ എനിത്തിങ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ അവർക്ക് ആ ഒരു ലാഭം എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ആ ഒരു ലാഭം നിങ്ങൾ പഠിപ്പിച്ച് കൊടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് ആ ലാഭം എടുക്കാൻ പറ്റാത്തത് എന്നുള്ള ഒരു വിദ്വേഷമാണ് അവർക്ക് നിങ്ങളോട് ഉള്ളത്. സെവൻ ഓഫ് വാൻഡ്സ്, ദാറ്റ് ഈസ് ഏതൊക്കെ ആൾക്കാർക്കെതിരെ നിങ്ങൾ നിൽക്കുന്നു. ഓക്കെ, സോ ഇത് റീസെൻ്റ് ആണ് കാണിക്കുന്നത്. ലൈക്ക് 3 to 4 months പ്രേക്ഷകർ ഏതെങ്കിലും ആൾക്കാരെ എതിർത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എതിർക്കുക, ദാറ്റ് ഈസ് നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അവർ വേറൊരു കാര്യം എന്നാണ് നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്, ബട്ട് നിങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സോ അവർക്കും നിങ്ങളോട് ശത്രുതയുണ്ട്. ബിക്കോസ് അവരുടെ വാക്കിനെ നിങ്ങൾ മാനിച്ചില്ല എന്നാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് 2 of wands, ഏതൊക്കെ പ്രേക്ഷകർക്ക് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ മണി സോഴ്സസ് ഉണ്ടോ, ഓക്കെ, അതിനെ ചൊല്ലിയും നിങ്ങളുടെ അടുത്തുള്ളവർ, ഏതൊക്കെ ആൾക്കാർക്കറിയാം, ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മണി സോഴ്സസ് ഉണ്ട്, നിങ്ങൾക്ക് ഏൺ ചെയ്യുന്നുണ്ട്, അവർക്കും നിങ്ങളോടൊരു വിദ്വേഷമുണ്ട്. പക്ഷേ ഇത്രയും കാണുന്ന ശത്രുതയിൽ ഇവിടെ വിദ്വേഷം മാത്രമാണ് ചെറിയ രീതിയിൽ. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു, എനിക്കുണ്ടാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതെങ്ങനെ സാധിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു കാർഡിൽ. പക്ഷേ ഇവിടെ എനിക്ക് നല്ല ശത്രുതയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ബി മൈൻഡ്ഫുൾ ആൻഡ് ലെറ്റ്സ് സീ. അതുപോലെ തന്നെ ഈ 3 കാർഡ്സ് എങ്ങനെ വന്നു എന്ന് പ്രേക്ഷകർക്ക് അറിയില്ലെങ്കിൽ ഇൻട്രോ കേൾക്കുക. ബിക്കോസ് ഇൻട്രോയിൽ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് 3 കാർഡ്സ് ലഭിച്ചത്. ഓക്കെ, സോ അത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ട് നോക്കുക.
ക്ലാരിറ്റി. ഓക്കെ, ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏതൊക്കെ ആൾക്കാർ ശരിയാകും അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾ എടുക്കേണ്ടതാണ്. സോ ശരിക്കും നോക്കൂ. നിങ്ങൾക്കൊരു ഫ്രണ്ടിനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്യൂ. ഓക്കെ, ബിക്കോസ് ഒരു ഫ്രണ്ടിൻ്റെ കൂടെ നിന്ന് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ വേണ്ടി ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ നിലനിർത്തി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ആൻഡ് ചതിക്കുഴിയിൽ വീഴുകയാണെങ്കിൽ അതിൽ നിന്നും നല്ലത് നിങ്ങൾ ഇപ്പോൾ തന്നെ അറിഞ്ഞിരിക്കുക ദാറ്റ് ഏത് ഫ്രണ്ട്, ഏത് കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയെ നിങ്ങൾക്ക് കൂട്ടുകൂടാം ആൻഡ് ആരെയൊക്കെ മാറ്റണം അത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, സോ ക്ലാരിറ്റി അത്യാവശ്യമാണ്. ആർക്കേഞ്ചൽ മൈക്കലിനെ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ക്ലാരിറ്റി വരാൻ വേണ്ടി. ഇന്നർ സ്ട്രെങ്ത് ആണ് പറയുന്നത്. നിങ്ങൾ ആ ഒരു ഫ്രണ്ടിനെ ടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷിക്കുമ്പോഴോ നിങ്ങൾക്ക് പല വേദനിപ്പിക്കുന്ന സത്യങ്ങളായിരിക്കും നിങ്ങൾ കണ്ടെത്തുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ധൈര്യം വെക്കും. ഓക്കെ, നിങ്ങൾ ധൈര്യം വെക്കേണ്ടതാണ്. സോ മൈറ്റ് ബി ഇവിടെ ഇപ്പം ഞാൻ ശത്രുത പറഞ്ഞു, ഞാൻ ഓരോ ഹിൻറ്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. പക്ഷേ ആ ശത്രുതയിൽ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ, സോ മൈറ്റ് ബി അവർ പല കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടാകാം. സോ അത് നിങ്ങൾ അറിയും. ഓക്കെ, സോ ധൈര്യം വെക്കൂ. ഡിവൈൻ വിസ്ഡം. ഈ ഒരു ലെസൺ, ഈ ഒരു സംഭവം നിങ്ങളെ എന്താണ് പഠിപ്പിച്ചത് അത് ശ്രദ്ധിക്കൂ. ഓക്കെ, സോ വിഷമങ്ങൾ നിങ്ങൾക്ക് മാറി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻ ജനറേഷൻ, ഇനി വരാൻ പോകുന്ന ജനറേഷന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ കുട്ടികളെ ഓൾറെഡി അതിനു വേണ്ടി തയ്യാറാക്കാൻ പറ്റും. എങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആൻഡ് എങ്ങനത്തെ ആൾക്കാർ അവരുടെ ജീവിതത്തിൽ വരാം എന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ വിസ്ഡം കൊണ്ടുവരുന്നതാണ്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ഗ്രൂപ്പിലെ പ്രേക്ഷകർ വളരെയധികം സ്പിരിച്വലി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലും നിങ്ങൾ ഏറെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു ലൈഫിലും നിങ്ങൾ സ്പിരിച്വലായിട്ട് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, സോ ആ ഒരു സ്ട്രെങ്തൻ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ പ്രാക്ടീസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഓക്കെ ഗായ്സ്, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അക്കോർഡിംഗ് ടു ദ ടാരോ എന്ന ചാനൽ കാണുക ഫോർ 888 പോർട്ടൽ ആസ് വെൽ. ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക ആൻഡ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ്. ആൻഡ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.